ഓക്കെ, കടുത്ത ചൂട് ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചിരിക്കുന്നു. അവധി ദിവസങ്ങളായിട്ട് പോലും ശംഖുമുഖം ബീച്ചിൽ ആളുകൾ തീരെ കുറവാണ്. കോവളം ബീച്ചിലെ അവസ്ഥയും സമാനമാണ്. സാധാരണയിൽ നിന്ന് പൊന്മുടിയിലും തിരക്ക് കുറവാണ്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഇത്തിരി തണുപ്പൊക്കെ തേടി പൊന്മുടിയിൽ ഒന്ന് ചുരം കയറാമെന്നൊക്കെ കരുതിയാൽ അവിടെ എന്താണ് അവസ്ഥ? ആളുകളൊക്കെ കുറവാണോ? ഈ വിഷുദിനമായി മറ്റാഘോഷങ്ങളിലായതുകൊണ്ടാണോ? പലരും വെക്കേഷൻ ടൈമും വിഷു ഒക്കെ ആകുമ്പോൾ ഒന്ന് അടിച്ചു പൊളിക്കാം, ഒരു ട്രിപ്പൊക്കെ ആവാം എന്ന് കരുതുന്നവരല്ലേ മലയാളികൾ? റോഷ്നി, മലയാളികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ചൂട് വലിയൊരു തടസ്സമാണ്. നമ്മൾ നിൽക്കുന്ന ശംഖുമുഖം ബീച്ചാണ്. ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത, സീസൺ അപ്പുറം തൊട്ടപ്പുറത്ത് 2 വിമാനത്താവളങ്ങൾ ഉള്ളതുകൊണ്ട് അവിടേക്ക് വരുന്ന ആളുകൾ കുറച്ച് മുമ്പും അതിനുശേഷവും അവിടെ നിന്ന് ആളുകളെ പറഞ്ഞു വിട്ടും അല്ലെ സ്വീകരിച്ചതിന് ശേഷവുമൊക്കെ കുറേ സമയം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശംഖുമുഖം ബീച്ച്. ആ ശംഖുമുഖം ബീച്ചിൻ്റെ അവസ്ഥ നോക്ക്, ഏതാണ്ട് 3:30 മണി കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ആളുകളൊന്നുമില്ല, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ചൂടാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ശംഖുമുഖത്ത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പൊന്മുടിയിൽ ഇഷ്ടംപോലെ ആളുകൾ വരേണ്ടതാണ്. ഇപ്പോൾ വിഷു മാത്രമല്ലോ, വെക്കേഷൻ അടക്കമുള്ള ഇത്. എങ്ങനെയുണ്ട് ചൂട്? ചൂട് തന്നെ. ചൂടാണ്ട് ആളുകളും കുറവായിരിക്കും. കച്ചവടമൊക്കെ വളരെ മോശം. രാവിലെ അങ്ങ് വന്നു പോന്നു. 100 രൂപ വണ്ടി കൂലി കിട്ടും. അതാണ് ഈ ചെറുകിട കച്ചവടക്കാരാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ള പിപിയും ഇതൊക്കെ വിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ എവിടുന്നാ? ഓക്കെ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂടൊക്കെ ശരി റഹീസ്, എന്തായാലും ഇത്രയും ആള് കുറവാണ് പല ടൂറിസം മേഖലകളിലും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഈ ചൂടുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ അറിയാം.